എന്റെ നോക്കുന്നേ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം, അല്ല വീഡിയോയിലേക്ക് സ്വാഗതം. ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ ഒരു ബ്ലാങ്കറ്റും എക്സ്ട്രാ 2 അവൻ്റെ ഡ്രസ്സ്, പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് സാധനം ഡയപ്പർ, 3 ഡയപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ നാപ്കിൻസ്. ഞാൻ ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വിശന്നാൽ കൊടുക്കാൻ പാല്, ഫോർമുല, വൈപ്സ്. ഇത് വാട്ടർ വൈപ്സ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് മണവും കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് ഫസ്റ്റപ്പിൻ്റെ. അപ്പോൾ വൈപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ച ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ എക്സ്ട്രാ ന്യൂസ് പേപ്പർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതുകൊണ്ട് സാനിറ്റൈസർ. ഇത്രയും സന്നാഹങ്ങളോടുകൂടിയാണ് നമ്മളിപ്പോൾ പുറത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി. ഇനി 2 പേരെ കൂടി വിളിക്കണമല്ലോ. ഞങ്ങളെ ഇറങ്ങാൻ പോവാണ്. അയ്യോ എണീറ്റ്, അവൻ പേടിച്ചു പോയി. ഉടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമാണ്. അയ്യോ വേണ്ട കരയല്ലേ. നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ചേട്ടാ മമ്മി ടാറ്റ പറയൂ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ്. അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സ്വാഗതം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം, അല്ല വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. ഹലോ. വർക്കൊക്കെ എണീറ്റ് ട്രിപ്പ് പോകാൻ റെഡി ആയിരിക്കുന്നു. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലെത്തി. പപ്പേനെ കാണാൻ വന്നതാണ്, ചേച്ചൻ്റെ പപ്പേനെ കാണാൻ വന്നതാണ്. അഡ്മിറ്റ് ആയിട്ടിപ്പം കുറച്ചായി. പപ്പ ചെറിയൊരു ഓപ്പറേഷനൊക്കെ ആയിട്ട് കാലിന് ബൈപ്പാസ് ചെയ്ത് ഓപ്പറേഷനായിട്ട് ഇവിടെ അഡ്മിറ്റാണ്. അപ്പം ഞങ്ങൾ വാവേനെ കാണിക്കാൻ വന്നതാണ്. കുഞ്ഞാവ് നല്ല ഉറക്കാം. കുഞ്ഞാവ് ഇവിടെ. ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം പപ്പേനെ കൂടുതലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്നും തന്നെയല്ലേ കാണുന്നത്. ഡിസംബർ ആകുമ്പോൾ ആ സമയം തൊട്ട് ഇത് തന്നെ അഡ്മിറ്റ് ആവും ഡിസ്ചാർജ് ഇത് തന്നെ. അപ്പോൾ ആഹാരത്തിലും ഒക്കെ ഭയങ്കര പ്രശ്നം വരുന്നത്, കഴിക്കാൻ ടേസ്റ്റ് ഇല്ല, കഴിക്കില്ല. ലെഫ്റ്റിലോട്ട് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. ഈ ആരെങ്കിലും വന്നാൽ അറിയൂ, വാതിലും തുറന്നിട്ട് എത്ര നേരം ഞാൻ പപ്പയുടെ സൈഡിലോട്ട് കിടന്നു. ആ 3-ാമത്തെ മാസത്തിൽ അവൻ ചോറും
മീനും മോടെ പാല് കുടിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. 6 മാസം വരെ അല്ലേ? അതിനായി 6ാമത്തെ മാസമല്ലേ ചോറ് കൊടുക്കുന്ന? ഒന്നും ചെന്നൂടാ. പക്ഷെ മധുരമുള്ള ചെല്ലുന്നുണ്ട്, മറ്റേ നെസ്ലയുടെ പാൽപ്പൊടി. ചെവിയാനൊക്കെ പണ്ടങ്ങാണ്ട് പറ്റുക, ഇപ്പൊ പറ്റുന്നില്ല. കണ്ണാടി വെച്ചേക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ? അങ്ങനെ സന്തോഷം കുഞ്ഞിനെ വന്നേ ചെവി എനിക്ക് പിടി ഇങ്ങനെ ആക്കി കൊച്ചല്ല ഇവന് അതേ കണക്ക് ഇവൻ ആ ചെവിയിൽ രണ്ടു അനക്കി ഈ പിടിയോ ഇങ്ങനെ ആക്കി. എനിക്കെന്തോ വേണം? താഴോട്ട് പോകുക, എന്താ വേണം? എനിക്ക് മധുരമില്ലാത്ത ചായ. മധുരമില്ലാത്ത ചായ. നിനക്ക് മധുരമില്ലാത്ത? നമുക്ക് അവിടെ നിന്ന് നിനക്ക് മധുരമില്ലാത്ത ചായ. നിനക്കെന്താ വേണം? ചായ. ചായ. ചായ കഴിക്കാൻ കോഫി അല്ല, കുടിക്കാൻ ചായയും കഴിക്കാൻ കോഫിയും. അതെ അതെ. മോളെ അവിടെ ക്രീം ബണ്ണൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടമാണോ? ക്രീമന് വേണോ? ക്രീമന് വേണ്ട, പിന്നെന്താ വേണം? വേറെന്തെങ്കിലും. വേറെ എന്താ വേണം? അവിടെ ഉണ്ട്, ജാം വെച്ച ജാം റോളാ? അതുണ്ട്. ആ, എന്നാ അത് വാങ്ങും. അപ്പൊ ക്രീമന് വാങ്ങിക്കാം. എടുക്കാൻ പറ്റുന്നുണ്ടോ? ഉറങ്ങിയാ? ആദ്യം ഉറക്കത്തില്ല, ചെറുതായിട്ട് കണ്ടു തുറന്നു. ചെറുതായിട്ട് കണ്ടു. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് അയ്യോ. കാലൊക്കെ ശ്രദ്ധിച്ചോണേ, കാലും കൈയൊന്നും അടക്കുക. സന്തോഷം നോക്കിയോ? ആ പാലൂപ്പിയൊക്കെ അവന്റെ കൊടുത്തരാ, അവൻ കൊടുക്കട്ടെ. ഓ, സോനു പാല് കൊടുക്കാനൊക്കെ പഠിച്ച്. എങ്ങനെയുണ്ടോ ഇപ്പൊ പാല് കൊടുക്കാൻ പഠിച്ചാ? ഓ, അവന്റെ കണ്ണൊക്കെ അവൻ മാന്തി എടുക്കും. കൈമാറ്റ്. അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ, പഠിച്ചു. ചോറും മീൻകറിയൊക്കെ തിന്നുന്നത്, ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ചോറ് തിന്നണ്ടേ? വേണ്ടേ? ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ചോറ്. അപ്പാപ്പ എഴുന്നേറ്റാടാ. അപ്പൊ നോയിക്കൊണ്ടിരിക്കുക. അപ്പാപ്പെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും. ആദ്യം ഇത്തിരി ടേസ്റ്റ് ഉള്ള പാല, മധുരമൊക്കെ ഉണ്ട്. അവന് അമ്മയുടെ പാലിനെക്കാട്ടി ഇഷ്ടം അവന് ബ്രാൻഡ് പാല് വേണം. അവൻ പറയാം അവന് നെസ്ലയുടെ പാലാണെന്ന് അവന് ഇഷ്ടം.
മമ്മീസ് പറയാം ചീനി ഇറച്ചി മീനൊക്കെ തിന്നിട്ട് മമ്മിക്ക് എനിക്ക് പാല് തന്നെ പറയാം നമ്മളിത് നമ്മള് ചീനി നമ്മള് ഞായറാഴ്ച ദിവസം ഇറച്ചി ചീനി ചോറൊക്കെ തിന്നുന്നുണ്ട് 6 മാസം കഴിയും മതിയാക്കിയോ ഇല്ല അവൻ കുടിക്കും. അവൻ കുടിക്കൂടാ, ആ കുപ്പി മൊത്തം കുടിക്കും. ആ കുപ്പി മൊത്തം കുടിച്ചിട്ട് പിന്നെയും കരയും. അപ്പൊ പിന്നെ നമ്മൾ എടുത്തോണ്ട് നടക്കണം. ഓ അവൻ കുടമേ അപ്പം കരച്ചിൽ നിർത്തും. ബാക്കി കുടിക്കണ്ടേ ഇനി? ഓ ബാക്കി കൊടുക്കണ്ടേ? ഇത്രയും പേര് ഇരിക്കുന്ന നോക്ക്, അപ്പാമ്മയും അപ്പാപ്പനൊക്കെ ഇരിക്കുന്ന നോക്ക്. ആ മാനത്ത് നോക്കൂ. ആലോചിക്കുക കരയണോ വേണ്ടത്. ഇത് ഏതാ സ്ഥലം? കണ്ണ് വെക്കാതെ എത്ര മുടി വെച്ചാൽ എന്താ, ഒരു 20-25 വയസ്സാകുമ്പോ ഇവന് പോവും. എനിക്കും നിനക്കും ഒക്കെ പോയാണൊക്കെ പോവും. എത്ര മുടി ഇപ്പൊ ഉണ്ടായാലും കുറച്ച് കഴിയുമ്പം എൻ്റെ അനിയൻ്റെ കണക്കാവും. അവനിതൊരു ഇതായിരിക്കും, ഈ വീഡിയോ ഫോട്ടോ കാണുമ്പോഴേ ഭയങ്കര ഒരു കണക്കായിരിക്കും. അന്ന് എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ പപ്പാടെ അപ്പാപ്പന്റെ കണക്കായി. പിന്നെ ഈ മുടി ഇത് ഏത് ആവൂന്ന് അറിയണമെങ്കിൽ ഇതോ അങ്ങോട്ട് നോക്കിയാൽ മതി. 3 സ്റ്റേജ് ആയിരിക്കും. അപ്പൊ അവന് കൊച്ചിനെ അറിയാം മുടി എത്രയൊക്കെ. ഇപ്പൊ എൻജോയ് ചെയ്തോണം അല്ലേടാ? 20 കാണത്തില്ല കട്ടിലെന്ന് വീണത് പോലും ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് നോക്കുമ്പോ കട്ടിലിന്റെ അടിയിൽ പോയിരുന്നു കളിക്കുന്നു. കിടക്കുന്നിടത്ത് കിടന്നോളൂ. ഇനിയിപ്പോ ഇഴഞ്ഞു തുടങ്ങട്ട്. അങ്ങനെ വെച്ചോ? ആ അവൻ തന്നെ പിടിച്ച്. ഇനിയിപ്പോ അവന് നിന്റെ കാര്യമില്ലല്ലോ. ചാരി വെച്ചേക്കുക. അവരും വിട്ട് അവരെ എനിക്ക് നിനക്കിടന്നത് വയ്യ, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കൊച്ചല്ലേ, ഞാനെന്തിനാ പിടിക്കുന്നത്? സഹായം വേണ്ടി വരും. എവിടെ പോണെന്ന് അറിയണ്ടേ? ഇതിന് പോയി എവിടെ പോയെന്ന് അറിയണ്ടേ? അടുക്കളയിൽ പോയോ, സിറ്റൗട്ടിൽ പോയോ, മുറ്റത്ത് പോയോ അറിയണ്ടേ? എവിടെ നിന്ന് നമുക്ക് മേടിച്ചിടാം കേട്ടാ. നമുക്ക് മണിയുള്ള കൊലുസൊക്കെ കാല മേടിച്ചിടാം കേട്ടാ. കയ്യിൽ കരികളൊക്കെ ഉണ്ട്. കരികള് പെൺപിള്ളേരായിട്ട് നമുക്കത് വേണ്ട. വേണോ? കുഞ്ഞ് സൈക്കിളൊക്കെ മേടിക്കണം. നമുക്ക് സൈക്കിളൊക്കെ മേടിക്കണം. നമുക്ക് നടക്കാനുള്ള ചാട് വെച്ച സൈക്കിൾ മേടിക്കണം. വേണ്ടേ? മേടിക്കാം, നമുക്ക് മേടിക്കാം. ഒരു പണിയുള്ള കിലിക്കൊക്കെ വേണ്ടി കളിപ്പാട്ടം എടുക്കണോ? വരണ്ടിരിക്കുന്ന ഇതാരാ എന്തുവാ? ആ കാണിച്ചേട്ടാ, ലൈക്ക് അടിക്കാൻ പറഞ്ഞ എല്ലാവരുടെ. അവനൊരു ഡൗട്ട് കേട്ടാ, അടുത്തടുത്ത് നിന്നട്ടെ ആരാത്. ഗ്യാസ് അയ്യോ ഇവരിത് വേണം. നമ്മളിച്ചിരി നോവെന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് തട്ടി നോക്കിയതാ. എന്റെ നോക്കുന്ന
യു സബ്സ്ക്രൈബ് ചെയ്യുക പറയടാ കാശിക്ക് പോയി കൊച്ചുപ്പായ കണ്ട് കൊച്ചുപ്പാട കഞ്ഞി ഇരുന്ന് നിനക്ക് പറയുമോ മോൻ മക്കള് പറയൂടി പറയൂ ആ കണ്ണടച്ച് കാണിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. പോവാം. ടാറ്റ പറ. ടാറ്റ. ആ പപ്പാമ്മ അടുത്തും പാപ്പൻ്റെ അടുത്തും ഒക്കെ ടാറ്റ പറ. ക്യാമറ പറ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റ് ശ്രമിക്കുന്നുണ്ട്. അല്ല ഇടയ്ക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കല്ലേ. അതിങ്ങനെ ഒരു ചിരി വരുന്നേ. വന്നിട്ട് പോയി. അവനെ ആരും പ്രഷർ ചെയ്യരുത്. നോക്കി കഴിഞ്ഞാൽ ചിരിക്കാനല്ല. അവന് ഒരു പ്രഷർ അത്ര ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് പോവാം. എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും ടാറ്റ. ചിലപ്പോൾ ഒന്നുകൂടെ ടാറ്റ പറയും. ഉള്ളവർക്ക് എല്ലാവർക്കും ടാറ്റ. അപ്പാപ്പന് ടാറ്റ പറ. ടാറ്റ പറ. പോട്ടെ. ലൈക്കിൻ്റെ അടച്ചോ. അങ്ങനെ കാത്തിരിക്കുന്നു പോവാൻ. ഞങ്ങളങ്ങനെ ഇറങ്ങി ഈ വീട്ടിലോട്ട് പോവാം. പപ്പായെ കണ്ടു, കൊച്ചുപ്പായെ കണ്ടു, അപ്പാമ്മയെ കണ്ടു. ഇനി വീട്ടില്. ബൈ. പിന്നെ ഞങ്ങളിപ്പം വീട്ടിലെത്തി. ഉറങ്ങൂ. ബൈ. ടാറ്റാ. പറഞ്ഞില്ലല്ലോ, നമ്മൾ പറയേണ്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ? എന്തേലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.